നിങ്ങൾ ശീഘ്രസ്ഖലനത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി യൂറോളജിസ്റ്റിനെ കാണിച്ചു, പലതരത്തിലുള്ള ടാബ്ലറ്റ്സ് കഴിച്ചിട്ടും ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. പ്രീമച്വർ ഇജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനത്തിന് ഒറ്റ തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് അല്ല ഉള്ളത്, പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോണി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പ്രീമച്വർ ഇജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനം എന്താണെന്ന് നോക്കാം. ഇതൊരു തരത്തിലുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആണ്. ഒരു പുരുഷന് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത്, അതായത് ലൈംഗിക ബന്ധം നടക്കുന്ന സമയത്ത് ഓർഗാസം അഥവാ ക്ലൈമാക്സ് വിചാരിച്ചാലും എളുപ്പത്തിൽ എത്തുന്നുണ്ടെങ്കിൽ, അതിന്റെ ഭാഗമായി ഇജാക്കുലേഷൻ അഥവാ സ്ഖലനം നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ നടന്നാൽ പോരാ, ബന്ധപ്പെടുന്ന ഓരോ പ്രാവശ്യം ഇങ്ങനെ നടക്കണം. 6 മാസത്തിലും കൂടുതലായി ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവണം. പുരുഷന് മാത്രമല്ല, സെക്ഷൽ പാർട്ട്ണറിനും ഇത് കാരണം ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത്രയും കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീമച്വർ ഇജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ലൈംഗിക ബന്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അധികം ആൾക്കാർക്കും പ്രീമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാവാറ്. ചിലർക്ക് പെനിട്രേഷൻ്റെ മുമ്പേ ഇതുണ്ടാവാം, ചിലർക്ക് പെനിട്രേഷൻ തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ. അധിക ഡോക്ടേഴ്സും 1 മിനിറ്റിനുള്ളിൽ ഇജാക്കുലേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയാറ്. 30 മുതൽ 75% പുരുഷന്മാർക്ക് ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. സെക്ഷുവൽ ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രീമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാക്കാറുണ്ട്. പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ഇത് കാരണം പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവാറുണ്ട്. പ്രീമച്വർ ഇജാക്കുലേഷൻ കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായതാവാം. അതായത് ആദ്യത്തെ ലൈംഗിക ബന്ധം നടന്ന സമയം മുതൽ തുടങ്ങിയ പ്രശ്നമാവാം. ഇല്ലെങ്കിൽ ചിലർക്ക് ഇത് അക്വയർഡ് ആയിട്ടുണ്ടാവാം. മുമ്പേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, റീസെൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള പ്രീമച്വർ ഇജാക്കുലേഷനും ആവാം. പ്രീമച്വർ ഇജാക്കുലേഷന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ചിലർക്ക് ഇത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദാഹരണക്കുറവിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം. അധിക ആൾക്കാർക്കും ഇത് സൈക്കോളജിക്കൽ പ്രോബ്ലംസിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതായത് സ്ട്രെസ്സോ, ആങ്സൈറ്റി, ടെൻഷൻ, കോൺഫിഡൻസിൻ്റെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് വരാം. ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ശീഘ്രസ്ഖലനം നടക്കാൻ. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മറ്റ് സിംറ്റംസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരാൾക്ക് പ്രീമച്വർ ഇജാക്കുലേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്ത് പറയുന്നത്, ഇതിൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഞാൻ ഇതിനു മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത് പ്രീമച്വർ ഇജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, മറ്റു തരത്തിലുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണ് പ്രീമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാവുന്നതെങ്കിൽ ആ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ പ്രീമച്വർ ഇജാക്കുലേഷനിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ഉദാഹരണത്തിന് ഹോർമോണൽ പ്രശ്നങ്ങളാവാം, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളാവാം. പ്രീമച്വർ ഇജാക്കുലേഷന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ചിലത് ബിഹേവിയറൽ തെറാപ്പിയാണ്, മറ്റു ചിലത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. കൗൺസിലിംഗ് പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ചില തരത്തിലുള്ള മെഡിസിൻസും നമുക്ക് പ്രീമച്വർ ഇജാക്കുലേഷനിൽ ഉപയോഗിക്കാം. സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആങ്സൈറ്റി അല്ലെങ്കിൽ പെർഫോമൻസിന്റെ പേടി, ഒരിക്കൽ ശീഘ്രസ്ഖലനം ഉണ്ടായിട്ടുണ്ട്, ഭാവിയിൽ ഇനിയും അങ്ങനെ ഉണ്ടാവുമോ, ഇങ്ങനെ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസും, പുതിയ സെക്ഷൽ പാർട്ട്ണറായി നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആങ്സൈറ്റി, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അധിക ആൾക്കാർക്കും ബിഹേവിയറൽ തെറാപ്പിനെ കൊണ്ടും കൗൺസിലിംഗ് സെഷൻസിനെ കൊണ്ടും ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി നിങ്ങൾ കാണേണ്ടത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ്. സൈക്കോളജിസ്റ്റുമായി 1-2 സെഷൻസ് കഴിയുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതിനനുസരിച്ച് പ്രീമച്വർ ഇജാക്കുലേഷൻ ശരിയാവുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ ഒരേ സമയത്ത് ട്രൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം റിസൾട്ട് അധികം ആൾക്കാർക്കും കാണാറുണ്ട്. നേരെ മറിച്ച് ഒരൊറ്റ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ മാത്രമാണ് ഒരു സമയം ട്രൈ ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ വിചാരിച്ചത്ര റിസൾട്ട്സ് അധികം ആൾക്കാർക്കും കിട്ടാറില്ല. അതായത് ബിഹേവിയറൽ തെറാപ്പിൻ്റെ കൂടെ കൗൺസിലിംഗ് ചെയ്യാം, അതിൻ്റെ കൂടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്യാം, അതിൻ്റെ കൂടെ കീഗൽസ് എക്സസൈസ് ചെയ്യാം. നിങ്ങളിതുവരെ എക്സസൈസും വർക്കൗട്ടൊന്നും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ കൂടെ ചില തരത്തിലുള്ള മെഡിസിൻസും കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രീമച്വർ ഇജാക്കുലേഷൻ ഇഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് വരാം. ആദ്യം നമുക്ക് ബിഹേവിയറൽ തെറാപ്പിനെ കുറിച്ച് നോക്കാം. നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൺട്രോൾ ചെയ്യാൻ, നിങ്ങളുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നതാണ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ കാര്യത്തിൽ ഇത് ചിലപ്പം ഇന്റർകോഴ്സ് ആവാം, ഓർഗാസം ആവാം, ക്ലൈമാക്സ് ആവാം. ഇവിടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ആണ്. അധിക പുരുഷന്മാർക്കും ഇജാക്കുലേഷൻ നടക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഓർഗാസം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പേ ബന്ധപ്പെടുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക. 30 സെക്കൻഡത്തേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്
3-4 തവണ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് ഇതുവരെ കൺട്രോൾ ഇല്ലാന്ന് വിചാരിച്ച ഓർഗാസത്തിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പല തവണ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പ്രിമച്വർ ഇജാക്കുലേഷനിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. മറ്റൊരു ബിഹേവിയറൽ തെറാപ്പി ടെക്നിക്കാണ് സ്ക്വീസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓർഗാസം അതായത് ഇജാക്കുലേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പേ പീനിസിൻ്റെ ഹെഡ് സ്ക്വീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 30 സെക്കൻഡ് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇറക്ഷൻ ചെറുതായിട്ട് കുറയും, പക്ഷേ ഓർഗാസം അഥവാ ക്ലൈമാക്സ് എത്തുന്നതും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് കുറച്ച് പേർക്ക് എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ചില യൂറോളജിസ്റ്റ് പറയുന്നത് സ്ക്വീസ് ടെക്നിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഉണ്ടാവാമെന്നാണ്. പക്ഷേ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സ്ക്വീസ് ടെക്നിക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. ഇതും ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ടൊന്നും മതിയാവില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ടൈമിങ്ങിലേക്ക് എത്താൻ സാധിക്കും. മറ്റൊരു ബിഹേവിയറൽ തെറാപ്പി ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷനാണ്. സെക്ഷുവൽ തോട്ട്സിനെ മാറ്റി നിർത്തി നോൺ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഇത് ചിലപ്പം നിങ്ങളുടെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾ കാണുന്ന കടകളുടെ പേരാവാം, നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്ന റൂട്ടാവാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുട്ബോൾ ടീമിലുള്ള പ്ലെയേഴ്സിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുന്നതാവാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഡിസ്ട്രാക്ഷൻ അനുസരിച്ചിട്ടും നിങ്ങളുടെ ടൈമിംഗ് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. ഇനി കൗൺസിലിംഗിലേക്ക് വരാം. നിങ്ങളുടെ കുറഞ്ഞ ടൈമിങ്ങിൻ്റെ കാരണം സൈക്കോളജിക്കൽ ആണെങ്കിൽ, ചില തരത്തിലുള്ള മാനസിക പിരിമുറുക്കമാണെങ്കിൽ, ആങ്സൈറ്റി ആണെങ്കിൽ, പെർഫോമൻസ് ആങ്സൈറ്റി ആവാം, കോൺഫിഡൻസിൻ്റെ പ്രശ്നങ്ങളാവാം, സ്ട്രെസ് ആവാം, അത് റിലേഷൻഷിപ്പിലുള്ളതാവാം, ജോലി സ്ഥലത്തുള്ളതാവാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് വളരെയധികം ഇഫക്റ്റീവാണ്. നിങ്ങൾ കാണേണ്ടത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ്. നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിനെ നേരിട്ട് പോയി കാണാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റായി ഇത്തരത്തിലുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഡോഫോഡിയിൽ അവൈലബിൾ ആണ്. ഓരോ കൗൺസിലിംഗ് സെഷനും 1 മണിക്കൂറിൻ്റെ അടുത്ത് സമയമുണ്ടാവും. ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് സെഷൻസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പെർഫോമൻസ് ആങ്സൈറ്റിയും ഇത്തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളൊക്കെ കുറയ്ക്കാനും അതുവഴി നിങ്ങളുടെ ടൈമിംഗ് മെച്ചപ്പെടുത്താനും സാധിക്കും. ഇനി നമുക്ക് മെഡിസിൻസിലേക്ക് വരാം. പലതരത്തിലുള്ള മെഡിസിൻസ് പ്രിമച്വർ ഇജാക്കുലേഷനിൽ ഉപയോഗിക്കാറുണ്ട്. ടൈമിംഗ് കൂട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ആൻറ്റി ഡിപ്രസൻസ് ആണ്. ഇത് ഇജാക്കുലേഷൻ്റെ സമയം കുറച്ചും കൂടി ഡിലേ ആക്കും. ഇതിൽ വരുന്ന ചില മരുന്നിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഒന്ന് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട്. ക്ലോമിപ്രാമിൻ ഉപയോഗിക്കാം, ഫ്ലൂഓക്സിറ്റിൻ, പെറോക്സിറ്റിൻ, ഡെപ്പോക്സിറ്റിനും ടെഡലാഫിലിൻ്റെയും കോമ്പിനേഷൻസ് വളരെയധികം പോപ്പുലറാണ്. ടെഡലാഫിൽ എന്ന് പറയുന്നത് ഇറക്ഷൻ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ്. ടെഡലാഫിലിനെ കുറിച്ച് ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ടെഡലാഫിൽ 10 മില്ലിഗ്രാമും ഡെബോക്സിറ്റിൻ 30 മില്ലിഗ്രാംസിൻ്റെയും കോമ്പിനേഷൻ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രിമച്വർ ഇജാക്കുലേഷനിൽ ഉപയോഗിക്കാറ്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഡെപ്പോക്സിറ്റിനും പെറോക്സിറ്റിനും ഫ്ലൂഓക്സിറ്റിനും എല്ലാം. എസിറ്റലോപ്രാമും സിറ്റലോപ്രാമും നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ മെഡിസിൻസും പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ആണ്. നിങ്ങൾ ഫാർമസിയിൽ പോയി ചോദിച്ചാൽ കിട്ടില്ല. ഒരു ഡോക്ടറിൻ്റെ ഡേറ്റ് ഇട്ടിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഓൺലൈൻ ഫാർമസീസ്, ഉദാഹരണത്തിന് ആമസോൺ ഫാർമസി അല്ലെങ്കിൽ മെഡിവടി, ഫാർമസി, ഇത്തരത്തിലുള്ള ഫാർമസീസ് നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും വാങ്ങിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്നതാണ് നല്ലത്. അതിനു മുമ്പേ ഇത്തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുകയോ ഇല്ലെന്നറിയാൻ നിങ്ങൾ യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. മറ്റൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് പീനിസിൻ്റെ ഹെഡിൽ അനസ്തെറ്റിക് ഏജൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇത് സ്പ്രേ രൂപത്തിലും ജെല്ലിൻ്റെ രൂപത്തിലൊക്കെ അവൈലബിൾ ആണ്. അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ തരിപ്പിക്കുന്ന മരുന്നുകളാണ്. ലിഡോക്കെ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മരുന്നിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഞാൻ ആദ്യം പറഞ്ഞ തരത്തിലുള്ള മെഡിസിൻസ് എല്ലാം ബന്ധപ്പെടുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പെയൊക്കെയാണ് കഴിക്കേണ്ടത്. പക്ഷേ ലിഡോക്കെയിൻ പോലത്തെ സ്പ്രേയും ജെല്ലെല്ലാം ബന്ധപ്പെടുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് പീനിസിൻ്റെ ഹെഡിലോ ഷാഫ്റ്റിലോ നമുക്ക് സ്പ്രേ ചെയ്യാം. ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കോണ്ടംസ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സെക്ഷൽ ഇൻ്റർകോഴ്സിന് സമയത്തുള്ള സെൻസേഷൻസ് കുറച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ വർക്ക് ചെയ്യുന്നത്. കാരണം പ്രിമച്വർ ഇജാക്കുലേഷൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള പീനിസിൻ്റെ സ്കിന്നാണ്. അത്തരത്തിലുള്ള സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള മരുന്നുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള സ്പ്രേയോ ജെല്ലോ ഉപയോഗിച്ചിട്ട് കോണ്ടംസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെടുന്നതിന് മുമ്പേ അത് വാഷ് ചെയ്യേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനും അതേപോലത്തെ സെൻസേഷൻസ് കുറയാൻ സാധ്യതയുണ്ട്. മറ്റൊരു രീതിയിലുള്ള മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സിൽഡനാഫിലും ടെഡലാഫിലും ഒക്കെയാണ്. ഇതൊക്കെ ഉദാഹരണക്കുറവിന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഉദാഹരണക്കുറവിൻ്റെ കൂടെ ചിലർക്ക് ടൈമിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. ഇവർക്ക് ഇത്തരത്തിലുള്ള മെഡിസിൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റൊരു തരത്തിലുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ട്രെമഡോൾ ആണ്. ട്രെമഡോൾ ഒരു വീക്ക് ഓപ്പിയോയിഡ് മരുന്നാണ്. ഒരു തരത്തിലുള്ള പെയിൻ കുറയ്ക്കുന്ന മെഡിസിനാണ്. ട്രെമഡോൾ 50 മില്ലിഗ്രാംസിൻ്റെ ഡോസിൽ അവൈലബിൾ ആണ്. പക്ഷെ ഒരു ദിവസം മാക്സിമം 100 മില്ലിഗ്രാമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം പറഞ്ഞ ആൻറ്റി ഡിപ്രസൻസ് പോലെയല്ല, ട്രെമഡോൾ ചിലർക്ക് അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ട്രെമഡോളും ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണ്. ചിലർക്ക് ട്രെമഡോൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുമ്പോഴും അധികം ആൾക്കാർക്കും ചില തരത്തിലുള്ള സൈഡ് എഫക്ട്സ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഇത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള മെഡിസിൻസ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അവസാനമായി പറയാനുള്ളത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. ഇവിടെ എടുത്തു പറയേണ്ടത് തിക്കായിട്ടുള്ള കോണ്ടംസ് യൂസ് ചെയ്യുന്നതാണ്. അത് ടൈമിംഗ് കൂട്ടാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നത് കീഗൽസ് എക്സസൈസസ് ആണ്. കീഗൽ എന്ന് പറഞ്ഞാൽ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസസ് ആണ്. പെൽവിക് ഫ്ലോറിലുള്ളത് വളരെ തിന്നായിട്ടുള്ള പേപ്പർ പോലത്തെ മസിൽസ് ആണ്. ഇത് ഒരു ദിവസം നിങ്ങൾക്ക് 2-3 മിനിറ്റ് വരെയൊക്കെ ചെയ്യാം. മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് യൂറിൻ്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ ഏതൊക്കെ മസിൽസ് ആണ് ഉപയോഗിക്കുന്നത് അതേപോലത്തെ മൂവ്മെൻറ്റ് മൂത്രം ഒഴിക്കാത്ത സമയത്ത് ചെയ്യുന്നതാണ് കീഗൽസ് എക്സസൈസിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പലതരത്തിൽ നമുക്ക് കീഗൽസ് എക്സസൈസസ് ചെയ്യാം. കിടന്നിട്ട് ചെയ്യാം, അല്ലാതെ ചെയ്യാം, പില്ലോസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യം കീഗൽസ് എക്സസൈസ് ചെയ്യുമ്പോൾ 5 സെക്കൻഡ് വരെ ചെയ്ത് ആ മസിലിനെ ഹോൾഡ് ചെയ്ത് അതിനുശേഷം 5 സെക്കൻഡ് റിലാക്സ് ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ 5-6 പ്രാവശ്യം ചെയ്യുന്നത് ഒരു സെറ്റും 2-3 സെറ്റാണ് ഒരു ദിവസം ചെയ്യേണ്ടത്. കീഗൽസ് എക്സസൈസസ് കൂടുതൽ ചെയ്യാനും പാടില്ല. 2 മാസമൊക്കെ ഡെയിലി ചെയ്യുന്നവർക്കും പെൽവിക് ഫ്ലോറിന്റെ മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ടൈമിംഗ് കൂടുതൽ കിട്ടാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതും ടൈമിംഗ് കൂട്ടാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കോൺഫിഡൻസിൻ്റെ പ്രശ്നം കാരണം സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുന്നത് പ്രീമച്വർ ഇജാക്കുലേഷന് ഹെൽപ്ഫുൾ അല്ല. നേരെ ഓപ്പോസിറ്റ് ഈ പ്രശ്നങ്ങൾ ടൈമിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഇങ്ങനെ ടൈമിംഗ് കൂട്ടാൻ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്യുന്നതിന് പകരം പലതരത്തിലുള്ള ടെക്നിക്സ് ഒരേ സമയത്ത് ട്രൈ ചെയ്യുന്നതാണ് പ്രീമച്വർ ഇജാക്കുലേഷനിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുന്നതായിട്ടും കണ്ടിട്ടുള്ളത്. പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു കണ്ടീഷനൊന്നുമല്ല. ഇത് വളരെ കോമണുമാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സെക്ഷൽ ലൈഫ് പോസിബിൾ ആണ്. ടൈമിംഗ് കൂട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതെല്ലാം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ സെക്ഷൽ ഹെൽത്തിനെ കുറിച്ച് മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.